ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇദാ തസാഅബ അഹദുകും ഫൽയുംസിക് അലാ ഫീഹി ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, നിങ്ങളിൽ ആരെങ്കിലും വായ്ക്കോട്ട് വിട്ടാൽ നിങ്ങൾ പരിപൂർണമായി ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് വാ പരിപൂർണമായി അടച്ചു പിടിക്കണേ. ഫല്യുംസിഖ് അലാ ഫീഹി, വായിങ്ങനെ പരിപൂർണമായി അടച്ചു പിടിക്കണം വായിക്കോട്ട വിടുന്ന സമയത്ത്. എന്തിന് കാരണം എന്താ നബി പറഞ്ഞതെന്നറിയോ? ഈച്ച കയറുമെന്നല്ല പറഞ്ഞത്, അവിടെ ചിന്തിക്കണം, ഭയങ്കര വിഷയമാണ് പറഞ്ഞത്. فإن الشيطان يدخل عليه പിശാചവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈച്ച കയറി നമുക്ക് വല്ല സാധനം വെച്ച് ഇങ്ങോട്ട് ഇറക്കാം, അത് ചുമച്ചാലെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങും. ഇനി അതല്ല ആധുനിക ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ടാണെങ്കിൽ ഇറക്കാൻ പറ്റും. ഇതാ ഇത്രയുള്ള വലിയൊരു ഒരു സ്പാനർ 8-10 കണ്ട ഒരു സ്പാനർ ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ കിടക്കുന്നുണ്ട്. ഒരാളുടെ തൊള്ളേന്ന് ഡോക്ടർമാർ ഇറക്കുന്നത് ഈ വലിപ്പമുണ്ട്, ഈ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ളൊരു സ്പാനർ തൊള്ളേന്ന് കൊണ്ട് അവർ തുറന്നിട്ട് എടുക്കുക. എങ്ങനെയാണ് പോയതാ ഉള്ളിലേക്ക്? അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ സാധനമാണ് വിരിങ്ങിയെങ്കിൽ കൂടെ പുറത്തെടുക്കാം. പക്ഷെ പിശാചാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി പണിയുണ്ട്. അതുകൊണ്ട് വായ്ക്കോട്ട വിടുന്ന സമയത്ത് നിസാരമാക്കരുതേ. അതൊക്കെ കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടത് കൈയുടെ മറുഭാഗം കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കണം. ശ്വാസം മുട്ടിച്ച് കൊല്ലരുത് പിള്ളേരെ. പതുക്കെ കൈ കൊണ്ട് വെച്ച് കൊടുക്കണം, വായിലോട്ട് ചെറുതായിട്ട് ചെയ്തു കൊടുക്കണം. എന്തേ കാരണം? ഫഇന്ന ശൈത്വാന യദ്ഖുലു അലൈഹി. കാരണം പറഞ്ഞതാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലേക്ക് പിശാച് കിടക്കും. ഇതിങ്ങനെ വെറുതെ തുറക്കുന്ന സമയത്ത് ഉള്ളിക്ക് പിശാച് കിടക്കും. സയ്യിദുനാ റസൂലുള്ളാഹി അതുകൊണ്ടാണ് അടയ്ക്കാൻ പറഞ്ഞത്. അത് പരിപൂർണമായി അടയ്ക്കണം. ചുമ്മാ ഇങ്ങനെ വെറുതെ കാണിച്ചാൽ പോരാ. വെറുതെ വായിക്കോട്ടെ വിടുമ്പോൾ കൈ ഇങ്ങനെ കൊണ്ടുവരുന്ന പോലെ കാണിച്ചാൽ പോരാ. പരിപൂർണമായി ഒരല്പം വിടവ് പോലും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നോക്കും, വീണ്ടും വായിക്കോട്ടെ ഉണ്ടായിക്കൊണ്ടിരിക്കും, കൂടുകയാണ്. കാരണം ശൈത്താൻ ഉള്ളിൽ കയറി, ഒരെണ്ണം കയറി അടുത്ത വന്നുകൊണ്ടിരിക്കുന്നു. യാ അല്ലാ ഖലാസ്, ആൾ തകരാൻ പോവാൻ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. വളരെ ശ്രദ്ധിക്കണേ. പ്രവാചകൻ പറഞ്ഞ ഒരു അധ്യാപനം. അപ്പോൾ വായ്ക്കുള്ളിലൂടെ. അതുകൊണ്ടാണല്ലോ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ, ബിസ്മി ചൊല്ലാതെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യഅകുലു മഅഹു ശൈത്താൻ, അവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, അവനോടൊപ്പം പാനീയം കുടിക്കുന്നത് പിശാചാണ്. പിശാച് ഉള്ളിലേക്ക് കടക്കും. വാ തുറക്കുന്നു ബിസ്മി ചൊല്ലിക്കോളീൻ, എങ്കിൽ പിശാച് വരൂല നീ കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം. അല്ലെങ്കിൽ പിശാച് ഉള്ളിലേക്ക് കടക്കും. അപകടമാണ്. അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ചൊല്ലിയേ പറ്റൂ. വളരെ നിർബന്ധമായൊരു ഘടകമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ നമുക്ക് രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട്, മക്കളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് ബിസ്മി ചൊല്ലുമ്പോൾ വാപ്പ ഉറക്കയോട് ബിസ്മി ചൊല്ലിക്കുക. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയല്ലേ? ഉറക്കയോട് ബിസ്മി ചൊല്ലും. ബിസ്മി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരമാണ്. നരകത്തെ കാക്കുന്ന മലക്കുകളുടെ എണ്ണവും 19. അലൈഹ 19. വലിയ ബന്ധമാണ് ബിസ്മിക്ക്. എല്ലാ നിലയ്ക്കും കാവലാണ് ബിസ്മി. ചെറിയ വിഷയമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കം കൂടെ ചൊല്ലിക്കേ. അപ്പോൾ മക്കൾ കേട്ട് നിൽക്കുന്നവർക്ക് ബോധം വന്നിട്ട് അവർ ചെല്ലും. ഇത് ഇന്നത്തെ ഭക്ഷണത്തിൽ ബിസ്മിയിലിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അള്ളാഹു നമ്മുടെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. പലർക്കും കൈവെക്കാൻ പ്രയാസമായി വരും. കാരണം നമ്മൾ അശ്രദ്ധരാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ കൂടുകയാണ്. രോഗങ്ങൾ ഇന്ന് വല്ലാതെ കൂടി. പ്രതിരോധശേഷി നഷ്ടപ്പെട്ടു പോയി. പല വിധത്തിലുള്ള മാറാവ്യാധികൾ. ആർക്കാ? പലരും പറയും അജിനാമോട്ടയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും. ഇതൊന്നും കഴിക്കാതെ വീട്ടിൽ കഴിച്ചിരുന്നതാകുന്ന സഹോദരിമാർക്ക് വരെ ബ്രസ്റ്റിന് ക്യാൻസർ വന്നിട്ട് എത്രയോ സഹോദരിമാരുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ജീവിതത്തിൽ നിത്യേന ചെയ്യേണ്ട ചില അമാലുകൾ നമ്മൾ ത്യജിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നു. കൊച്ചു മക്കളെപ്പോലും കയ്യിൽ വെള്ളം കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കുടിച്ചോ എന്ന് പറയുന്നതിന് പകരം ആ മക്കളെ ചാരത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് മടിയിലിരുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അവരുടെ ചുണ്ടോട് അടുപ്പിച്ചു കൊടുക്കിൻ. അപ്പോഴാണ് നീ ഒരു ഉമ്മയാകുന്നത്, അപ്പോഴാണ് ഒരു ഉപ്പയാകുന്നത്. കടമ എവിടെയാണ്? അല്ല വെള്ളം കൊടുത്തിട്ട് മോനെ കലത്തിൽ മുക്കിയിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് കുടിച്ചോ എന്ന് പറയുന്നതിലല്ല. قال رسول الله صلى الله عليه وسلم ഹബീബ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, من شرب الماء قائما ابتلاه الله ببلاء لا دواء له. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ആരൊരുവൻ നിന്നുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലഹു, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ക്യാൻസറിന്റെ രോഗം വന്നുകൊണ്ട് മെഡിസിറ്റിയിലേക്ക് ഓടുന്ന സഹോദരങ്ങളെ, ഏതൊക്കെ വിഷമങ്ങള് പ്രയാസങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും നീ ഒന്ന് ചിന്തിക്കണേ. ലഹറൽ ഫസാദു ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫസാദുകൾ ഉണ്ടാകുന്നത്, ക്യാൻസറുകൾ വ്യാപകമാകുന്നത്, ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ലതാണോ? നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരില്ലയോ, കുടിക്കുന്നവരില്ലയോ, മലമൂത്ര വിസർജനം പോലും നിന്നുകൊണ്ട് നടത്തുന്നവരില്ലയോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിന്നുകൊണ്ട് അല്പം വെള്ളം കുടിച്ചാൽ ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅ ലഹു, മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസല്ലേ, പ്രവാചകന്റെ വാക്കല്ലേ. പള്ളിയിൽ പോലും കൂളർ വാങ്ങിച്ചു വെക്കും, അതിന് തൊട്ടടുത്തൊരു കസേര ഉണ്ടാവൂല. കാരണം എന്താ? നിന്ന് കുടിച്ചിട്ടും പൊയ്ക്കോ, അസുഖം തരാവുന്ന നല്ല കൂളറാണിത്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ ഒരു കസേര ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? അവനാണ് കൂലി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. പറഞ്ഞ മനസ്സിലല്ലേ? വലിയ കൂളർ 15,000 20,000 25,000 കൂളർ വാങ്ങിച്ചു വെക്കും. തണുത്ത വെള്ളം ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ മോന്തുക. പിള്ളേർ ഇറങ്ങിപ്പോകുമ്പോൾ ക്യാൻസറുമായിട്ടാണ് പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. കാര്യം വലിയ സ്വതക്കമായിട്ട് ചെയ്തു വെച്ചാൽ പക്ഷേ നേരെ ഇരട്ടി ശിക്ഷയാവും. അതിന് കൂട്ടത്തൊരു കസേര കൂടി അതിൻ്റെ സൈഡിൽ വെക്കണ്ടേ? അപ്പോൾ ഇരുന്നു കൊണ്ട് കുടിക്കൂലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്ന് ചെയ്തു വെക്കുമ്പോഴാണ് ആ ശൈലിയിൽ അങ്ങനെ പോകുന്നത്. ബൊഫേ സംസ്കാരം ഇന്ന് വല്ലാതെ കടന്നു വന്നിരിക്കുകയാണ്. നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നിന്നുകൊണ്ട് പാനീയങ്ങൾ കുടിക്കുന്നു, കല്യാണ വീട്ടിലേക്ക് എത്തുന്നു, വാതിൽക്കെ തന്നെ വെള്ളം ഇങ്ങനെ നിരത്തി വെക്കും. എൻ്റെ അർത്ഥം എന്താ? അവിടെ ഒന്നും കസേരയൊന്നുമില്ല, നിന്നുകൊണ്ട് കുടിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോയിക്കോ, അസുഖം തരും, കയറിപ്പോയിക്കോ. അതാണ് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളുടെ കല്യാണത്തിന് വന്നാൽ അസുഖം ഉണ്ടാവും, ക്യാൻസർ പിടിപ്പിക്കും, എന്നിട്ട് എല്ലാവരും ടാറ്റ കൊടുത്ത് വിടും. പിന്നെ നോക്കണ്ട, പിന്നെ ചികിത്സിക്കാൻ അങ്ങോട്ട് പൈസ ചോദിച്ചു തന്നാലോ ഷാട്ടർ ഒറ്റ അടയാണ്, തീർന്നു. 1 രൂപ കൊടുക്കൂല. വലിയ ഹാജിയാറുടെ കല്യാണമായിരിക്കും, പൊടി പൊടിച്ച കല്യാണമായിരിക്കും. അവിടെ പോയി നിന്നുകൊണ്ടൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും. ഹാജിയാർ നിനക്ക് തരുന്നത് എന്താ? ക്യാൻസറാണ്, തിരിച്ചു വയ്ക്കും. ഞങ്ങൾക്കതേ ഉള്ളൂ അള്ളാഹത്ത് തരാൻ പറ്റിയത്. പിന്നെ നീ ഒരു 50 രൂപ ചോദിച്ചുകൊണ്ട് ആ പടിമുറ്റത്ത് ചെല്ലുമ്പോൾ ഒരു കഥ കിടക്കുക, മൈൻഡ് ചെയ്യൂല, നീ ഔട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, 50 രൂപയുടെ ബിരിയാണിക്ക് നമ്മൾ കൊടുക്കേണ്ട വില വരുന്നത് 50 ലക്ഷത്തിൻ്റെ വരെ ആയിരിക്കും. വലിയ വലിയ രോഗങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളാണ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പിശാച് ഉള്ളിലേക്ക് കിടക്കും. ബിസ്മി ചൊല്ലണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ മാത്രമല്ല ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ചത്, തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലേക്ക് പിശാച് കിടക്കുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ്, ഇദാ ജാമ റജുലു മഅ ഇംറഅതിഹി വലം യുസമ്മില്ലാഹ തആല ഇൻതവ ശൈത്വാനു ഹലീലാ ഫയുജാമിഉ മാഹാ. ശ്രദ്ധിക്കണേ, തോട്ടുമുഖത്തുള്ള ആലുവയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു പുരുഷൻ തന്നെ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇദാ ജാമഅ റജുലു മഅ ഇംറഅതിഹി
സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിന് കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടുകയാണ്. അഥവാ ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള പിശാച് കടക്കാ തുനിയവേ നിങ്ങൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അവൻ അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത്. അതിലൂടെ ജനിക്കുന്ന കുട്ടി സന്താനം നിനക്കൊരിക്കലും അനുകൂലമായവനാകൂല, അഥവാ പൈശാചികത ഉള്ളവനാകുമേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ബിസ്മി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനും വരണം. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലണം, അപ്പോഴേ പിശാച് മാറുള്ളൂ. ഇല്ലെങ്കിൽ പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കിടക്കും. ഇൻതവ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? അശ്ശൈത്വാന്, പിശാച് ചുരുണ്ട് കിടക്കും. ഈ ഹലീല പുരുഷൻ്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസാണ്, വളരെ ശ്രദ്ധിക്കേണ്ടേ സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ ചിന്തിക്കണേ സഹോദരങ്ങളെ, ചിന്തിക്കണേ സഹോദരിമാരെ. അവിടെ ഒരു ദുആവും പ്രവാചകനെ പഠിപ്പിച്ചില്ലയോ? അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് നൽകുന്ന സന്താനത്തിലും പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഇത് ദുആയിരക്കേണ്ടത് എവിടെയാണ്? ഭർത്താവും ഭാര്യയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ചിന്തിക്കണേ. അല്ലാഹുവേ ഞങ്ങൾക്ക് നല്ല രസമനുഭൂതി നൽകണേ അല്ലാ, സുഖം ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്ന ദുആ അല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ എന്നുമല്ല പഠിപ്പിച്ചത്. അതൊക്കെ നീ ചെയ്തോ, പക്ഷെ നീ അവിടെ ചോദിക്കേണ്ടത് പിശാചിനെ തൊട്ടുള്ള കാവലാണ്. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാൻ വജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ, ഞങ്ങൾക്കുണ്ടാകുന്ന സന്താനത്തെയും പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. ഇത് ദുആ ചെയ്യാൻ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുമ്പോ ഏതെങ്കിലും സിനിമകൾ കണ്ട്, സീരിയൽ കണ്ടുകെട്ട് അതിലെ കാമക്കൂത്തുകളും കളികേളുകളും കണ്ടിട്ട് ഏതെങ്കിലും രതിക്കരയുടെ സിനിമാ കാസറ്റുകൾ കൂട്ടുകാരനും ബുക്കിന്റെ ഉള്ളിൽ വെച്ച് നൽകുമ്പോൾ അത് പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് അത് കേൾക്കാതെ വീട്ടിലിരുന്നിട്ട് VCR ഓൺ ചെയ്ത് DVD പ്ലെയറിലേക്ക് അതിട്ടിട്ട് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇതൊക്കെയാണ് കുടുംബജീവിതമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഭാര്യയോട് പ്രവർത്തിക്കുന്നവരെ, ഭർത്താക്കന്മാരോട് പെരുമാറുന്ന പെണ്ണെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരേ ഒരു ദുആ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, രണ്ടുപേരോടും ഒരുമിച്ച് കൊണ്ട് ഒരു കുടക്കീഴിൽ നിന്നതുപോലെ ഒരു പുതപ്പിന് കീഴിൽ ചുരുണ്ടുകൂടുമ്പോ അവർ ചൊല്ലേണ്ടെന്ന പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. അല്ലാഹുവേ പിശാചിനെ ഒഴിവാക്കി തരണേ അല്ലാ. എന്തേ കാരണം? പിശാച് തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ പ്രവേശിക്കമേ നിന്റെയും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും ജനനേന്ദ്രിയം ഇതാ തുറക്കപ്പെടാൻ പോയാണ്. ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ പിശാചിനെ തൊട്ട് കാവൽ തേടണേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം സഹോദരങ്ങളെ. ചിന്തിക്ക്, ഇങ്ങനെ ഓരോന്നും ചിന്തിക്ക്. അവയവങ്ങൾ എത്രയാണ്? ആ അവയവങ്ങളൊക്കെ തുറക്കുന്നത് ചിന്തിക്ക്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ പഠിപ്പിച്ചില്ലേ, നല്ല ശോധന കിട്ടണേ അല്ലാ എന്നല്ല ദുആ ഇറക്കാൻ പഠിപ്പിച്ചത്. നല്ല റാഹത്തായിട്ട് പോണേ റബ്ബേ എന്നല്ല ദുആ. പിന്നെന്താണ്? اللهم إني أعوذ بك من الخبث والخبائث. അല്ലാഹുവേ പടച്ച റബ്ബേ, ഇടത് കാല് കൊച്ചുകൊണ്ടിതാ തലമറച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കറക്കുന്ന സഹോദരാ, നീ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലയോ? ഇതൊക്കെ കേൾക്കുന്ന ചിലരുടെ കാതുകൾ വല്ലാതെ വിഷമമാണ്. എന്താണ് ഉസ്താദ് ഈ പറയുന്നത്? ഇതൊക്കെ ഞങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നവരെ, ജീവിതത്തിൽ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ
ജീവിതത്തിൽ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും വേണ്ട ഒരു 3 പ്രാവശ്യമെങ്കിലും മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി ടോയ്ലറ്റിനുള്ളിലേക്ക് പോകുന്ന സഹോദരങ്ങൾ പിശാചിനെ തൊട്ട് കാവല തേടിയിട്ടില്ല എങ്കിൽ തീർച്ചയായും പൈശാചികത ഉണ്ടാകും. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണേ. അതുകൊണ്ട് പുരുഷന്മാരെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ. നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഈ ദുആ ചെയ്തിട്ട് വേണം ബാത്റൂമിലേക്ക് കയറാൻ. അല്ലാതെ ഹായ് മൂളിപ്പാട്ടൊക്കെ പാടി ജിമിക്ക് കമ്മൽ നല്ല റാത്ത് അമ്മലിട്ട് കുലുക്കുന്ന പോലെ ഇറക്കി വിടാം എന്ന് കരുതിക്കൊണ്ട് കയറണ്ട. ശ്രദ്ധിക്ക്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അവിടെ ചിന്തിക്കണം സഹോദരങ്ങളെ. എന്തുകൊണ്ട് ഈ ദുആ എന്തുകൊണ്ട് അവിടെ പറഞ്ഞു? തൻ്റെ അവയവങ്ങൾ തുറക്കപ്പെടാൻ പോവാൻ. മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി നീ ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്നതിന് പ്രകാരമാണ് നിൻ്റെ ഔറത്ത് ഒളിവാക്കുന്നത്. അങ്ങനെ വേണം. അല്ലാതെ കിഴക്കേ പള്ളിയിലോട്ട് വരിക, അതിന് റോഡിൽ നിന്ന് തന്നെ തുണിയെല്ലാം കൂടെ മഴുക്കി കുത്തിയിട്ടു എവിടെ പോവുക, മൂത്രമൊഴിക്കാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പോകണ്ട. അങ്ങനെ പോകുന്ന പുരുഷന്മാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഔറത്ത് ഒളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ഔറത്താൻ വെളിവാക്കാൻ പാടില്ല. തുണി ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്നതിന് പ്രകാരമാണ് മാറ്റി കൊടുക്കേണ്ട തുണി. അങ്ങനെയാണ്. അപ്പോൾ നിൻ്റെ നഗ്നത വെളിവാകും. അതിനുള്ളിലൂടെ പിശാച് കടക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? കാവൽ തേടിയിട്ട് വേണം കയറാൻ. ഇതൊക്കെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കല്ലേ സഹോദരങ്ങളെ. ചിന്തിച്ച് നോക്ക്. എവിടെയാ പറയാത്ത? ഏത് വിഷയത്തിലാണ് പറയാത്തത്? ബാത്റൂമിൽ കയറുമ്പോൾ 2 പിശാചുക്കളെ തൊട്ട് കാവലാണ്. ആൺപിശാചുമുണ്ട്, പെൺപിശാചുമുണ്ട്. 2നെ തൊട്ട് കാവൽ തരണം. ഇതൊക്കെ സഹിയാണോ എന്ന് ചോദിക്കേ വേണ്ട. സഹീഹാൻ, സഹീഹുൽ ബുഖാരി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കും. ഇതാണ് ഏറ്റവും സഹി. ഇതിനപ്പുറത്ത് ഇതിലൊന്നും ആർക്കും ഒരർത്ഥശങ്കയില്ല. എല്ലാവരും ഒരേപോലെ പറയുന്നതാണ്. ഇത് ശരിയാണോ ഉസ്താദേ, അത് ശരിയാണോ, അത് മുസ്ലിമിനുണ്ടോ, ഇന്നും നോക്കണ്ട. ഇതാണ് ഏറ്റവും വലിയ സഹി. ശ്രദ്ധിച്ചോ. അല്ലാത്തവൻ വിവരം അറിയും. പൈശാച് മേത്തിൽ കയറി കഴിയുമ്പോൾ വിവരം അറിയും. ടോയ്ലറ്റിനുള്ളിലേക്ക് കയറുമ്പോൾ അങ്ങനെയാണ്. തല മറച്ചിട്ട് വേണം കയറാൻ. ഒരു കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പലർക്കും വിഷമമായിരുന്നു. ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചു. മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് എന്തോ ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ട് തന്നെ തലയോട് എന്തൊരു കണക്ഷനുണ്ട്. തലമുടി വേഗം നരയ്ക്കും തല മറച്ചിട്ടില്ലെങ്കിലെന്ന് ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. തലയിൽ എന്തെങ്കിലും ഒരു തോർത്തോ എന്തെങ്കിലും ഒരു തലയിൽ തുണിയോ ഒക്കെ കൊണ്ട് വന്നൊന്ന് കെട്ടി വെച്ചേക്കണം. തലയിലേക്ക് എന്തെങ്കിലും ഒന്ന് മറഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ തലമുടി വേഗം നരയ്ക്കും. അത് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അമൽ ചെയ്യും. നാളെ തന്നെ ഉമ്മയുടെ സാരിയൊക്കെ തലയിൽ ചുറ്റിക്കൊണ്ട് കയറിക്കോളും. കാരണം എന്താ? തലമുടി നരയ്ക്കരുത്. അത് നമുക്ക് വലിയൊരു വിഷയമാണ്. മനസ്സിലായി? ദുആ എന്ന് നമുക്ക് വിഷയം. മറ്റേത് ദുആണെങ്കിൽ നമുക്ക് വിഷയമുള്ള രസമല്ല. തലമുടി പടച്ചോൻ കാത്ത് നരയ്ക്കാൻ പാടില്ല. ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആകെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് ഡൈ ചെയ്യേണ്ടി വന്ന് ആകെ പെട്ടു എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. അല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എത്ര മര്യാദകളുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ്. യൂറോപ്പിനകത്ത് എന്താ സംഭവം? നേരെ ഇത് അടച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്ലഷ് ചെയ്യാൻ. മിക്കവരും ഇതിനകത്ത് അളവൊക്കെ നോക്കിയിട്ട് ഇന്ന് ക്വാണ്ടിറ്റി കുറവാണല്ലോ അതൊക്കെ നോക്കിയിട്ട് സംഭവം ഒറ്റ നിൽക്കാൻ ഉള്ള ബാക്ടീരിയ എല്ലാം മൂക്കിനകത്തോട്ട് കയറി റാഹത്ത്. പിറ്റേ ദിവസം പനി, 3 ദിവസമായിട്ട് സുഖമില്ല അടക്കുക. അങ്ങനെയല്ല. അത് അടയ്ക്കാൻ വേണ്ടിയാണ് ആ മൂടി ഉള്ളത് തന്നെ. ഇതൊക്കെ പറയുന്നതിനെന്തറിയാം? ഇതൊന്നും അറിയില്ല. ഇതിൻ്റെ ഒന്നും ഉപയോഗം അറിയില്ല. വലിയ അയലത്തെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാനും വാങ്ങിച്ചിട്ട് റാഹത്തായിട്ട് കാര്യം സാധിക്കും എന്നുള്ള സ്റ്റൈലില്ല. ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഉപയോഗം കഴിഞ്ഞ ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേണം ഫ്ലഷ് ചെയ്യാൻ. ഫ്ലഷ് ചെയ്യാതെ പോവുകയും ചെയ്യരുത്. അടച്ചു വെച്ചിട്ട് ഫ്ലഷ് ചെയ്യണം. ചിലരിതിങ്ങനെ തുറന്ന് തന്നെ ഇട്ടിരിക്കുക. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് ഇതെന്തിനാണ് സംഭവം എന്നറിയില്ല. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹത്ത് ഖിയാമത്ത് നാൾ വരെ അടയ്ക്കരുത് എന്നുള്ള നിയ്യത്തിലായിരിക്കുന്നത്. അങ്ങനെയല്ല. ഇത് അടച്ചിട്ടേക്കണം. അടച്ചിട്ടിട്ട് ഫ്ലഷ് ചെയ്യണം. ഇല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടാകും. അതുകൊണ്ടാണ് ബാത്റൂമിനുള്ളിൽ എന്ത് ചെയ്യരുത്, വുളൂ ചെയ്യരുത് എന്ന് വരെ വലിയ സൂഫിസ പണ്ഡിതന്മാർ പറയാനുള്ള കാരണം അതാണ്. ബാത്റൂമിനുള്ളിൽ പുറത്ത് നല്ല ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദൊക്കെ ആ ഒരു രീതിയിലാണ് അവലംബിച്ചത്. എൻ്റെ ഉമ്മയുടെ ഉപ്പ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തുമാറാവട്ടെ. പുറത്തെ ഒരു കൊടുത്തിരുന്നു. കാരണം നമ്മൾ മാത്രമല്ല പലരും യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാത്രം യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് ഒരിടമാണ് എങ്കിൽ
ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. നല്ല ശുദ്ധിയുള്ളതാണ്, നമ്മൾ മാത്രമാണ്, അറ്റാച്ച്ഡാണ്, നമ്മൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അതും ക്ലോസേറ്റും ഇത് രണ്ടും വെവ്വേറെയാണ് എങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ പറയാൻ കാരണം മിക്ക സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഒക്കെ ഒരു സംശയമുള്ളൊരു വിഷയമായതുകൊണ്ട് മാത്രമാണ് അത് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടതുവശത്തേക്ക് ചെരിഞ്ഞിരിക്കുക, കയറുമ്പോൾ ഇതുപോലെ തന്നെ കാവൽ തേടിക്കൊണ്ട് കയറുക, ഇടങ്ങുന്ന സമയത്ത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക. അതൊക്കെ പരിശുദ്ധ ദീനപ്പെട്ട, അതൊക്കെ എന്തൊരു ശ്രേഷ്ഠമായ ദിക്റുകളാണ്. അവിടെ പറയുന്നത് തന്നെ ആ വാക്ക് തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നവൻ പറയുന്ന വാക്കേതാ? ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. അല്ലാഹുവേ, നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ മ്ലേച്ഛതയെ നീക്കി എൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തിയ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അടിമ പറഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ മ്ലേച്ഛതകളെ എന്നിൽ നിന്ന് നീക്കി എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. അത് പറയേണ്ടത് തന്നെയാണ്. കാരണം ഈ മലവും മൂത്തവും ഒരു 2 ദിവസം കെട്ടി നിന്നാൽ അനുഭവിക്കുന്ന ത്യാഗം ചെറുതല്ല, വലിയ വിഷയമാണ്. കിഡ്നി സംബന്ധമായ അസുഖമുള്ള എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അള്ളാഹു പരിപൂർണ്ണ ശമനം നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. കാലൊക്കെ നീര് വെച്ച്, മുഖമൊക്കെ നീര് വെച്ച് വല്ലാതെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് അത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് വന്ന വ്യക്തി വലത് കാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാപമോചനത്തിനർത്ഥിക്കുന്നത് എന്തിനാ? ഗുഫ്റാനക എന്നൊരു പദം കൂടി അവൻ പറയുന്നുണ്ട്, അല്ലേ? ഗുഫ്റാനക, അല്ലാഹു നിന്നോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു. അതെന്താ പാപമോചനത്തിനർത്ഥിക്കാൻ? ഈ മലമൂത്ര വിസർജനം നടത്തൽ അത്രമേൽ വലിയൊരു കുറ്റകരമായ ക്രിമിനൽ കുറ്റമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് ഇല്ല പടച്ചോനെ, ഇനി മേലെ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ? ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് കേട്ടോ, ചിന്തിക്കാനാണ്. വളരെ ശ്രദ്ധിക്കണേ. ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിലരിപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇതുവാ തന്നെ കേൾക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഉസ്താദേ എന്ന് തന്നെ ചിന്തിക്കും. നമ്മൾ ജനിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുക പരിപാടി, പക്ഷേ അവിടെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ട സംഭവങ്ങൾ പോലും അറിയില്ല. ഇതൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് പിള്ളേർ, പക്ഷേ അമൽ ചെയ്യുന്നില്ല. അവിടെ വിഷയം. ഖുർആൻ ഓതാൻ അറിയാം, ഓതുന്നില്ല. ദിക്ർ ചൊല്ലാൻ അറിയാം, ചൊല്ലുന്നില്ല. സ്വലാത്ത് ചൊല്ലാൻ അറിയാം, ചൊല്ലുന്നില്ല. അവിടെയാണ് വിഷയം, അവിടെയാണ് വിഷയം. ഇതൊന്നും ചെയ്യുന്നില്ല, പിന്നെന്താ കാര്യമുള്ളത്? എല്ലാം അറിയാം. എൻ്റെ മോൻ നല്ല ഓത്താണ്. എന്തോത്ത്? ജീവിതത്തിൽ എവിടെയെങ്കിലും ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഒരു യാസീൻ പോലും ഓതൂല. എല്ലാം ഓതാൻ അറിയാം എൻ്റെ മോന്. അതുകൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. നമ്മുടെ മക്കൾ അതോതും ഇതോതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ ഡെയിലി പാരായണം ചെയ്യുന്നുണ്ടെങ്കിലേ വിശേഷമുള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നവന് ഗുഫ്റാനക, അല്ലാഹുവേ നിന്നോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥം മറ്റൊന്നുമല്ല. അല്ലാഹുവേ, 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കേവലം നിന്നെ മറന്നുകൊണ്ട് ഈ ടോയ്ലറ്റിനുള്ളിൽ വന്നുകൊണ്ടിരുന്ന് എൻ്റെ ശരീരത്തിൻ്റെതാകുന്ന മ്ലേച്ഛതകളെ നീക്കാൻ വേണ്ടി ഞാൻ ഈ സമയം ചെലവഴിച്ചു. പടച്ച റബ്ബേ, ഈ 5 മിനിറ്റോ 10 മിനിറ്റോ നിന്നെ ഓർത്തില്ല റഹ്മാനെ, നീ എനിക്ക് പുറത്തു തരണേ നാഥാ. എൻ്റെ 24 മണിക്കൂറും നിനക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്നവർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല എന്ന് നിന്റെ കലാമിലൂടെ നീ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ 24 മണിക്കൂറും നിന്നെ ആരാധിക്കേണ്ടവരാൻ. അതിനെ വിട്ടുകൊണ്ട് കേവലം 5 മിനിറ്റോ 10 മിനിറ്റോ ഈ ടോയ്ലറ്റിനുള്ളിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഞങ്ങൾ കയറിയത് പടച്ച റബ്ബേ ഞങ്ങൾക്ക് വിട്ടുവറുത്ത് മാപ്പാക്കി തരണേ അല്ലാ. ഈ കുറഞ്ഞ സമയം നിന്നെ ഓർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഗുഫ്റാനക്, നിന്നോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു. അത് പറഞ്ഞിട്ട് മതി അൽഹംദുലില്ലാഹ്. അതൊക്കെയാണ് ഉലമാക്കൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ആ കുറഞ്ഞ സമയം റബ്ബിനെ വിട്ടുള്ള ചിന്തയാണ് അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് റബ്ബിനെ വിട്ടുള്ള ചിന്ത, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നാളെ ഇത് പറഞ്ഞിട്ട് പടച്ചോനെ 10 മിനിറ്റ് കൂടെ എന്നാൽ ഖുർആൻ വേട്ടോ അത്തോട്ട് കയറി, അത് വേണ്ട കേട്ടോ, അത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ ദിക്ർ ചൊല്ലണം, ഈ ദുആ അവിടെ പറയണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദസ്തയഖല അഹദുകും മിൻ മനാമിഹി ഫലസ്തശിഖ് സലാസ ഫഇന്ന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നേരം പ്രഭാതത്തിലെത്തിയാൽ
ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ഫല്ലസ്തൻഷിഖ സലാസ, 3 പ്രാവശ്യം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റിയൊന്ന് ചീറ്റണേ. 3 പ്രാവശ്യം അല്പം വെള്ളം മൂക്കിൽ കയറ്റിയൊന്ന് ചീറ്റണേ. എന്തിനു വേണ്ടി? ഫൈന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി, പിശാച് രാപാർക്കുന്നത് തരിമൂക്കിലാണ്. പിശാച് ഉറങ്ങിക്കിടക്കുന്നത് തരിമൂക്കിൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ പിശാച് ഉള്ളിലേക്ക് കടക്കും. എങ്ങനെ കടന്നു ഉസ്താദേ ഇത്? അത് രാത്രി നീ ഉറങ്ങുന്ന സമയത്ത് മൂക്ക് തുറന്നിരിക്കുക, കയറി അങ്ങ് പോയി കിടന്നുറങ്ങി. അങ്ങനെയാണ് പകൽ കയറണ്ടേ. പകലും ഇത് തുറന്നിട്ട് എന്നെ ഇല്ലേ? പകൽ നീ എപ്പോഴും, നീ ഒരു മുഅ്മിന, നീ എപ്പോഴും ദാക്കിറായിക്കൊണ്ടായിരിക്കുന്നത്, കയറൂല. അള്ളാഹുവിൻ്റെ ദിക്റിലായിരിക്കുന്നത്, പിശാചിനെ കയറാൻ സാധിക്കൂല. ഇനി രാത്രിയിൽ തന്നെ കയറാതിരിക്കണമെങ്കിൽ നിനക്ക് പഠിപ്പിച്ചു തരാം. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ആമന റസൂലും ഓതിയിട്ട് നീ കിടക്കിൻ. രാത്രിയിലും മൂക്കിനുള്ളിലൂടെ പിശാച് കടക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. ചിന്തിക്കണം, ചെറിയ വിഷയമല്ല. ഫൈന ശൈത്വാന യബീതു ഫീ ഖൈശൂമിഹി, പിശാച് രാമാർക്കുന്നത് തരിമൂക്കിൽ. സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ശരിക്കും 3 പ്രാവശ്യം അല്പം വെള്ളം കയറ്റി ചീറ്റുക. നേരെ ടൗണിൽ പോയിട്ട് മോട്ടോർ വാങ്ങാൻ പോകണ്ട. ഉസ്താദ് പറഞ്ഞു മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാൻ എന്ന് പറഞ്ഞ് കുറേ വെള്ളം ഓസ് വെച്ച് അടിക്കണ്ട. സ്വല്പം വെള്ളം എടുത്ത് മൂക്കിലോട്ടൊന്ന് വെച്ച് ചീറ്റുക. ആര് ചെയ്യാത്തൊരു സുന്നത്താ സഹോദരങ്ങളെ ഇത്. പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിൽ ശക്തിമത്തായ സുന്നത്താണ്. നമ്മളാരും ചെയ്യൂല. ഒതു എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വായിൽ വെള്ളം കൊണ്ടുവരും, ഇങ്ങനെ തുപ്പിയിട്ട് അടുത്തിരിക്കുന്നതിൻ്റെ പോക്കറ്റിൽ തുപ്പിയാൻ കൊടുത്തേക്കും. അത്രയേ ഉള്ളൂ. മൂക്കിലോട്ട് വെള്ളം വേണം. ഇങ്ങനെ മൂക്കിനോടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 2 ഐറ്റം കാണിച്ചിട്ട് ഇങ്ങ് കൊണ്ടുവരും. വെള്ളമൊന്നും അങ്ങോട്ടൊന്നും എത്തിയിട്ട് പോലുമില്ല, ഒരു തരി പോലും. ഒരല്പം വെള്ളം മൂക്കിലോട്ട് വെള്ളം കയറ്റി ചീറ്റുക. ഉറക്കം തെളിയും, നല്ല ഉണർവായിരിക്കും. പിശാച് ഓടും. അതാണ് പറഞ്ഞത്. പിശാച് പുറപ്പെട്ടു പോകും. മറ്റേത് പിശാച് ഇവിടെ കിടക്കുക. അതുകൊണ്ടാണ് അത്തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങിപ്പോകുന്നത്. പള്ളിയിൽ വന്നവൻ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ മുസല്ല വിരിച്ചിട്ട് സഹോദരി പള്ളിയിൽ നിന്ന് ഉറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം? പിശാച് ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് ഉറക്കം ഇങ്ങനെ തൂങ്ങിയിരിക്കും. അത്തഹിയ്യാത്തിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങും. തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ദിക്റും ചൊല്ലി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകും. ആരെങ്കിലും തട്ടുമ്പോൾ ഉടനെ അസ്സലാമു അലൈക്കും വരെയും. ഭയങ്കര ശക്തി. എന്തേ കാരണം? പിശാച് തരിമൂക്കിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിശാച് നമ്മുടെ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ പിശാച് അകത്തേക്ക് കടക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദമി. മനുഷ്യൻ രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെയൊക്കെ പിശാച് കടന്നു ചെല്ലുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ ഒക്കെ പിശാച് കടന്നു ചെല്ലും. ഉള്ളിൽ ഒക്കെ കടക്കാൻ പിശാചിന് സാധിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണേ. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് കടക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഒക്കെ അർത്ഥം അതാണ്. പിശാച് പിടിപെട്ടാലോ പിശാചിനെ ഇറക്കാൻ പണിയാണ്. അത് ഖുർആനും ദിക്റും കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, إذا غربت الشمس ينتشر الشياطين فاقتفوا صبيانكم واحبسوا مواشيكم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ ഗറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ യന്തശിറു ശയാത്തീൻ, പിശാച് പാറിക്കളിക്കുന്ന സമയമാണ്, പിശാച് പരക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഫഖതഫൂ സിബിയാനക്കും, പ്രായപൂർത്തി എത്താത്തതാകുന്ന കൊച്ചുകുട്ടികളില്ലയോ, കൊച്ചുമക്കളില്ലയോ, അവരുടെ വീടിൻ്റെ ഉള്ളിൽ പിടിച്ചു വെക്കണേ. വഹ്ബിസൂ മവാശിയക്കും, നാൽക്കാലികളാകുന്ന മൃഗങ്ങളെ അതിൻ്റെ ആലയിൽ കൊണ്ടുപോയി ബന്ധിക്കുകയും ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? കൊച്ചുകുട്ടികൾക്ക് പൈശാചിക ബാധ ഏൽക്കാതിരിക്കാനാണ്. നാൽക്കാലികൾക്ക് പൈശാചിക ബാധ ഏൽക്കാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് മുമ്പ് അതിനെല്ലാം തന്നെ അതിൻ്റെ ആലയിലേക്ക്, വീടിലേക്ക് കൊണ്ടുവന്ന് ഉറപ്പിക്കണേ, വീടിൻ്റെ ഉള്ളിൽ കടത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വൈകുന്നേര സമയത്ത് പാർക്കിലേക്ക് പോകുന്നവരില്ലയോ, മക്കളെ വിളിച്ചുകൊണ്ട് മാളിലേക്ക് വൈകുന്നേരത്ത് പുറപ്പെടുന്ന ഉമ്മ
ഉമ്മമാരില്ലയോ, ഭർത്താക്കന്മാരില്ലയോ, ചിന്തിക്കണേ, ചെയ്യരുതേ. കാരണം നിങ്ങളുടെ മക്കൾക്ക് പൈശാചിക ബാധ ഏൽക്കുന്ന ടൈമാണ്. ആ ഒരു സമയം മാത്രമാണ് പ്രശ്നം, അസ്തമയ സമയം മാത്രമാണ് പ്രശ്നം. അതിന് മുമ്പും പ്രശ്നമില്ല, അതിന് ശേഷവും പ്രശ്നമില്ല. പ്രായപൂർത്തിയെത്താത്ത കൊച്ചുകുട്ടികളുമായി പുറത്തിറങ്ങരുതേ. പാർക്കിലേക്ക്, മാളിലേക്കോ എന്ന് വേണ്ട, വീടിൻ്റെ വെളിയിലേക്ക് പോലും ആ സമയത്ത് ശ്രദ്ധിക്കണേ. ഹബീബായ റസൂലുള്ളാഹി. എത്രയോ മക്കളാണ് ഏർവാടിയിലും, എത്രയോ മക്കളാണ് നാഗൂരിലും, എത്രയോ മക്കളാണ് പല മക്കാമുകളുടെ പരിസരത്ത് കെട്ടിയിടപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. പൈശാചികതയ്ക്ക് അവലംബമായവരില്ലയോ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ, ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അത്തരത്തിലുള്ള പൈശാചികത നിനക്കോ നിന്റെ മക്കൾക്കോ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കൊച്ചുകുട്ടികളുമായി പുറത്തിറങ്ങരുതേ. ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ളിലൂടെ കടക്കുമെന്ന്. ഇപ്പോൾ പറഞ്ഞ് അതൊന്നും വേണ്ട, ചുമ്മാ പുറത്തിറങ്ങിയാൽ മതി. ദ്വാരത്തിനുള്ളിൽ അങ്ങോട്ടൊന്ന് ഇറങ്ങിയാൽ തന്നെ പൈശാചികത ഉണ്ടാകും. അള്ളാഹു ആക്കട്ടെ. കൊച്ചുകുട്ടികൾക്കാണ് ഈ പറഞ്ഞ കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് നാളെ മുതൽ പ്രായപൂർത്തിയെത്തോളം പള്ളിയിൽ പോകാതിരിക്കണ്ട, അവനെ പറഞ്ഞു വിട്ടേക്ക്, പള്ളിയിലോട്ട് തന്നെ വിട്. കൊച്ചുകുട്ടികളുടെ കാര്യമേ പറയുന്നു. കൊച്ചുകുട്ടികളുമായിട്ട് ആ സമയത്ത് നിങ്ങൾ കളിതമാശ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ പാടില്ല, കളിപ്പിക്കാൻ പാടില്ല. പാർക്കിലും മാളിലും ബീച്ച് റോഡിലൊന്നും മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങൾ കറങ്ങാൻ നടക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അതിന് മുമ്പും പ്രശ്നമില്ല, അതിന് ശേഷവും വിഷയമില്ല. ആ ടൈമിലാണ് വിഷയം. ആ സമയത്ത് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഇറങ്ങുന്നതോ ആ ടൈം ഒപ്പിച്ച് തന്നെ, വേറൊന്നുമില്ല. അതിന് മുമ്പൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ എന്നാൽ പോയേക്കോ ലുലുമാൾ, ലുലുമാളിൽ പോയില്ലേ, ഉസുബരി നമ്മളോട് കോപിക്കുമ്പോൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ഓടുകയാണ്. പാർക്കിലേക്ക് പോവുക, മാളിലേക്ക് പോവുക. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ആ സമയം ശ്രദ്ധിക്കണം. അപ്പോൾ വീട്ടിൽ എന്തിനാ ഇരിക്കാൻ പറഞ്ഞത്? വീട്ടിൽ വെറുതെ ഇരിക്കാനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വീട്ടിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലണേ സഹോദരി, നീയും ചൊല്ലണേ. നിന്നോടൊപ്പം കൊച്ചുമക്കളും ചൊല്ലി പഠിക്കട്ടെ. വീട്ടിലിരിക്കാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് സീരിയൽ കാണാനല്ല. സാധു പറഞ്ഞു വൈകുന്നേരം പുറത്തോണ്ട് രക്ഷപ്പെട്ട് നീ ടി വിയെ കണ്ട് ബാഹുലിയെ കണ്ട് ഇവിടെ ഇരിക്കുക, അതല്ല. വീട്ടിലിരുന്നിട്ട് നീ ഖുർആനും ദിക്റുമായി വീടിനെ നീ റാഹത്താക്കണം. ഇല്ലേ വീട്ടിനുള്ളിലുണ്ടാവും പിശാച്. അങ്ങനെയാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തജഅലൂ ബുയൂതകും മഖാബിറ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ ലാ തജഅലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്, അഥവാ മൂകമായ അന്തരീക്ഷമാക്കരുതേ. വീട്ടിൽ ഖുർആൻ ഓതണേ, ദിക്ർ ചൊല്ലണേ. ഫഇന്നൽ ബൈതല്ലദീ യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, നിശ്ചയം ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വീട് പുതുതായി വെച്ച് വീടിലേക്ക് കുടിയിരിക്കലിന് വേണ്ടി കയറുന്നവരെ ഒരു സൂറത്തുൽ ബഖറ കൂടി പാരായണം ചെയ്യണേ. പിശാച് ഓടട്ടെ, പിശാച് പുറപ്പെടാനാണ്. ഇത് പറയുന്നത് കേവലം ഏതെങ്കിലും വേദപുസ്തകമല്ല, പരിശുദ്ധ ഖുർആനാണ്. അത് നമ്മൾക്ക് കാറ്റലോഗാണ്, വഴികാട്ടിയാണ്, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. 23 സംവത്സരങ്ങൾ കൊണ്ട് ജിബ്രീൽ എന്ന മാലാഖ മുഖേന അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂലിന്റെ കൈകളിലേക്ക് വള്ളി വ്യത്യാസമില്ലാതെ പടച്ചറബ് നൽകിയ 6666 ആയത്തുകൾ മുഖേന പടച്ചറബ് നൽകിയ പവിത്രമായ ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ നമ്മൾ വീട്ടിൽ ഓതണേ. അതിൽ രണ്ടാമത്തെ സൂക്തമായ പരിശുദ്ധമായ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന ഏത് വീടുണ്ടോ ലാ യദ്ഖുലു ഫീഹി ശൈത്താൻ, ആ വീട്ടിലേക്ക് പിശാച് പ്രവേശിക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വെക്കേഷൻ സമയമല്ലയോ, നമ്മുടെ മക്കളെ കൊണ്ട് ഓദിക്കണേ വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതട്ടെ, പിശാച് പുറത്തേക്ക് പോകട്ടെ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. വീട്ടിൽ മക്കള് സിനിമ കാണുന്നു, സീരിയൽ കാണുന്നു, IPL കാണുന്നു, സിനിമാ പാട്ടുകൾ ഇടുന്നു, വീട്ടിൽ അശ്ലീലത കൊണ്ട് മുഖരിതമാക്കുമ്പോ പിശാചുള്ളിലേക്ക് കടക്കുമേ. പിന്നീട് നിനക്ക് വിപത്താണ്. ദിക്ർ ചൊല്ലാൻ കഴിയാത്ത വീടായി. അള്ളാഹുവിനെ നിസ്കരിക്കാൻ ബാങ്ക് വിളിച്ചാൽ അതിന് ജവാബ് കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് നീ എത്തിപ്പെടുമേ. അള്ളാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാ. എത്ര സഹോദരങ്ങളാണ്, എത്ര സഹോദരിമാരാണ് അള്ളാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലി മുഴങ്ങുന്ന സമയത്ത് വരെ സംസാരിക്കുന്നവരില്ലയോ? പാടില്ല. മൻ തകല്ലമ ബൈനൽ അദാൻ യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ ആരൊരുവനെ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിച്ചാൽ അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ബാങ്ക് വിളിക്കുന്നതിനിടയിൽ സംസാരിച്ചാൽ യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്, മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിയൂല. അവന് സംസാരം മുട്ടുകയാണ്, അവന്റെ നാക്ക് കിടന്നുകൊണ്ട് നാക്ക് വെളിയിലേക്ക് നീട്ടുകയാണ്. അതേ നായ നീട്ടിയിടുന്നത് പോലെ നാവ് വെളിയിലേക്ക് നീട്ടിയിട്ടുകൊണ്ട് പ്രയാസപ്പെടുമേ. ലോകത്തുള്ള മുഴുവൻ ജലാശയത്തിലെ വെള്ളം കൊണ്ടുവന്ന് അവന്റെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരാ, ബാങ്കിനെ നിസാരപ്പെടുത്തരുത്. ആ ബാങ്കിന്റെ ലഫ്ളുകൾ കേൾക്കുമ്പോൾ അതിലൊപ്പിച്ച് ഓരോ വചനങ്ങൾക്കൊപ്പിച്ച് ജവാബ് നൽകണേ. അതുകൊണ്ടല്ലേ ഖുർആൻ ചോദിക്കുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മാ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് പള്ളിയുടെ മിനാരങ്ങളിലൂടെ ശ്രവണസുന്ദരമായി ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ തറയ്ക്കുന്ന വിധത്തിൽ ബാങ്കുലി മുഴക്കുന്ന മുഅദ്ദിനെ ഉയർത്തുന്നതായ വാക്കിനേക്കാൾ സമുന്നതമായ വാക്ക് ആരാണ് ഉച്ചരിക്കുന്നതെന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഒരൊറ്റ വാക്കുമല്ല. അതുകൊണ്ട് ജവാബ് ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ, ബാങ്കിന് ശേഷമുള്ള ദുആ ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. നാവ് കൊണ്ട് പൈശാചികതയിലേക്ക് എത്തരുത്, പിശാചിലേക്ക് നമ്മൾ ബന്ധപ്പെടരുത്. പിശാചുമായ കണക്ഷൻ ഉണ്ടായാൽ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയില്ല. ഖുർആൻ ഓതുക ശരിക്ക്, അതാണ് ഹാല്. നബിതങ്ങൾ പഠിപ്പിച്ച എന്താണ് ഹാല് മുർത്തഹിരി ഞങ്ങൾക്കറിയില്ലല്ലോ. സ്വഹാബത്ത് ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഇദാ ഖതമ ഖത്മത്തൻ ഇസ്തഅനഫ ഖത്മത്തൻ ഉഖറ. അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കും. 3 കൊല്ലം ഓതി ടപ്പട്ട അടിക്കുന്ന പരിപാടിയല്ല, അങ്ങനെ ഒതുക്കല്ല. മറിച്ച് ഫാത്തിഹ സൂറത്ത് തുടങ്ങിയാൽ അന്നാസ് കൊണ്ട് അവസാനിപ്പിക്കും. വീണ്ടും ഫാത്തിഹ ഓതും, വീണ്ടും ഓതും. ഖുർആൻ മുഴുവൻ ഇങ്ങനെ ഖത്മ തീർക്കുക. അള്ളാഹിൻ്റെ കലാമല്ലേ. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. പരിശുദ്ധ റമളാനിനെ പവിത്രത കൽപ്പിച്ചതിൻ്റെ മർമ്മപ്രധാനമായ കാരണം ഖുർആൻ അവതീർണമായതാണ്. ഖുർആൻ അവതരിച്ചതാണ്.
ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരണമായ മാസമാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഖുർആനിനെ ഇറക്കി. അതാണ് ഈ കഴിഞ്ഞ രാത്രി പരിശുദ്ധമായ ശഅബാനിൻ്റെ 15 രാവ് ഖുർആനിനെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കി. ഒന്നാം ആകാശത്ത് നിന്ന് ജബലുന്നൂറിലേക്ക് മുത്തുനബി ഗാർ ഹിറായിലേക്ക് പ്രവാചകൻ്റെ ചാരത്തേക്ക് ഖുർആനിനെ അവതരിപ്പിച്ചത് പരിശുദ്ധമായ റമദാനിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവിൽ. മനസ്സിലാക്കണം. അതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം ആളുകൾ അശ്രദ്ധ വെക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം. പലർക്കത് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിച്ചത്, ഉലമാക്കൾ രേഖപ്പെടുത്തിയത്. എല്ലാ ഉലമാക്കളും ഇമാം റാസി, ഖുർത്തുബി, റൂഹുൽ ബയാൻ അടക്കമുള്ള എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും മുഫസ്സിറുകളും ആ രീതിയിലാണ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ റമളാനിലാണ് ഖുർആൻ അവതീർണമായത്, ഒന്നാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുകയാണ്. ഖുർആൻ ധാരാളം ഖത്മുകൾ തീർക്കേണ്ട സമയമാണ്. ഖുർആൻ ധാരാളം ഖത്മുകൾ തീർക്കേണ്ട സമയമാണ്. നമ്മളിൽ ആരാണ് സഹോദരങ്ങളെ ഖുർആൻ ഓതുന്നവർ? ഖുർആനുമായി എന്ത് ബന്ധമാണ് നമുക്കുള്ളത്? ഖുർആൻ ഡെയിലി ഓതുന്നവരുണ്ടോ? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൂമു അലാ ഖിറാഅത്തി യാസീൻ സബാഹൻ വമസാ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും യാസീൻ സൂറത്ത് ഓതിയിരുന്നു അത്രേ. സയ്യിദുനാ റസൂലുള്ളാഹി എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും യാസീൻ സൂറത്ത് ഓതിയിരുന്നു. നമ്മൾ ഒരു നേരം ഓതിയെങ്കിലായി. അത് തന്നെ ഇപ്പോൾ കുറേ നാളായിട്ടില്ല. മുമ്പം കണ്ട് ഓതിയിരുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി സഹോദരങ്ങളെ? ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖറഅ സൂറത്തൽ വാഖിഅ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, ആരൊരുവൻ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നുണ്ടോ അവൻ ഒരിക്കലും ദാരിദ്ര്യത്തിലേക്ക് എടുത്തു ചാടൂല. അഥവാ ദാരിദ്ര്യം അവനെ എത്തിക്കൂല. ദാരിദ്ര്യം അവനെ തൊട്ടു തീണ്ടാതെയാണ് ജീവിതം കൊണ്ടുപോകാൻ അവന് സാധിക്കുമേ സൂറത്തുൽ വാഖിഅ ഓതിയാലെങ്കിലെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദേ, GST വന്നത് മുതൽ പ്രയാസമാണ്, നോട്ട് നിരോധനം വന്നത് മൂലം പ്രയാസമാണ്, കച്ചവടം നടക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരാ, നീ വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനത്തിലിരുന്നു കൊണ്ട് നീ പരിശുദ്ധമായ ഖുർആൻ ഓതണേ. നിന്റെ മക്കളെ കൊണ്ട് ഖുർആൻ ഓദിക്കണേ. നിന്റെ ഭാര്യയെ കൊണ്ട് ഖുർആൻ ഓദിക്കണേ. ശുദ്ധിയുള്ള സമയത്ത് നിന്റെ ഭാര്യ ഖുർആൻ എടുത്ത് ഓതട്ടെ. നിന്റെ മക്കളെ നീ മദ്രസയിൽ പഠിപ്പിച്ചതല്ലയോ? ഖുർആൻ ഓതണേ, ഖുർആൻ ഓതണേ. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിഅ നിത്യമായി പാരായണം ചെയ്താൽ ഉറപ്പായിട്ടും ദാരിദ്ര്യം നിർമാർജനമാണ്. ദാരിദ്ര്യം ഉണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി. അന്യന്റെ മുന്നിൽ അരച്ചാണ് വയറന്ന് നിറയ്ക്കാൻ വേണ്ടി കൈനീട്ടേണ്ട യാചിക്കേണ്ട ഗതികേട് തോട്ടുമുഖത്തുള്ള ആലുവയിലുള്ള പ്രിയപ്പെട്ട സഹോദര നിനക്ക് വരൂല പെങ്ങളെ, നിനക്കുണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സഹാബത്ത് അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് പരീക്ഷിച്ച് വിജയിച്ചവരാണ്. എത്ര സഹാബത്ത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്രയോ സഹാബത്ത്. പെൺമക്കൾ അധികരിച്ച വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് പ്രവാചകൻ പറഞ്ഞു, ഈ സൂറത്ത് ഓതണം, സൂറത്തുൽ വാഖിഅ ഓതണേ. മഹാനുഭാവൻ അദ്ദേഹം ഓതി, അദ്ദേഹത്തിൻ്റെ പെൺമക്കളെയും പഠിപ്പിച്ചു. പെൺമക്കളെയും സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു. ഡെയിലി അവരെല്ലാവരും പാരായണം ചെയ്യാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു പണക്കിഴി കൊടുത്തു വിടുകയാണ്, സ്വർണത്തിന്റെ കിഴി കൊടുത്തു വിടുകയാണ്. അദ്ദേഹം സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിഅ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്.
ഞാനതെൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യം ഞങ്ങൾ ഭയക്കുന്നില്ല, ഞങ്ങൾക്ക് ഭയമില്ല. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, എന്തൊരു ഈമാനാണ്. ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും കൊടുത്തുവിട്ടു സ്വർണത്തിന്റെ ഒരു കിഴി. സ്വർണത്തിന്റെ കിഴിയാൻ. പണത്തിൻ്റെ പളപളപ്പിൽ വിരാജിക്കുന്നവനും പോലും 50 രൂപ താഴെ കിടന്ന് വെറുതെ കിട്ടിയാൽ പോക്കറ്റിലിടുന്ന ഒരു കാലഘട്ടമാണിതെങ്കിൽ ചിന്തിച്ചു നോക്കണം. സ്വർണത്തിൻ്റെ കിഴി കൊണ്ടുവന്ന മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിട്ട് മഹാനുഭാവൻ നിരസിക്കുകയാണ്. എനിക്ക് വേണ്ട. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ റസൂൽ എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിയ. ഞാനതെൻ്റെ പെൺമക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും ദാരിദ്ര്യത്തെ പേടിയില്ല. ഡെയിലി അത് ഓതുകയാണ്. ഖുർആൻ്റെ മേലെ ആസ്വദിച്ചു. നമ്മളാണെങ്കിലോ നമുക്ക് ഈ സൂറത്ത് ഇപ്പോഴും ഉണ്ട് ഖുർആനിൽ, ഓതാൻ വയ്യെന്നുള്ളൂ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഈമാനും അവരുടെ ഈമാനും എവിടെ എത്തിയിരിക്കുന്നു. ചിന്തിച്ച് നോക്ക്. കടയിൽ കച്ചവടമില്ല, ആളില്ല, തിരക്കില്ല, സൂറത്തുൽ വാഖിയ ഓതിക്കൊണ്ടിരിക്കും. കച്ചവടം ഉണ്ടാകും, ബറക്കത്തുണ്ടാകും, ഒന്നും വേണ്ട, റിസ്ക് വിശാലമാവും. ആരുടെ മുന്നിൽ നീ കൈ കിട്ടേണ്ട വരൂല. സഹോദരിമാരെ ഓതട്ടെ. ഭർത്താവ് കഷ്ടപ്പെടുകയാണ്, പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് സാന്ത്വനമേകിക്കൊണ്ട് നീയും അവരോടൊപ്പം ഒന്ന് പരിശ്രമിക്കും. ഖുർആൻ ഓതിൻ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആനിലെ സൂറത്തുൽ വാഖിയ നിത്യമാക്കുകയാണ്. ഖുർആൻ ഓതുന്നതോടൊപ്പം സൂറത്തുൽ വാഖിയ ഡെയിലി പാരായണം ചെയ്യുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും പഠിപ്പിക്കുകയാണ്. അവസാനം 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹവും സ്വർണത്തിന്റെ കിഴി കൊടുത്തയച്ചു. ഇത് വെറുതെയുള്ള ഒരു കള്ളച്ചരിത്രമല്ല. സർവ്വ ഉലമാക്കളും അവരുടെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 3ാമതായി സ്വർണത്തിന് കിഴി കൊടുത്തയച്ചപ്പോ അത് മഹാനുഭാവൻ നിരസിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേണ്ട ഈ സ്വർണത്തിന് കിഴി. എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ പെൺമക്കളെ ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. പഠിക്കുക മാത്രമല്ല, ഞങ്ങളെല്ലാവരും അത് ഓതുന്നുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ വലിയ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം, ചിന്തിക്കണം. ഖുർആൻ ഓതാണ്, ഖുർആൻ ഓതല്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ ഖറഅ ഹമീം അദ്ദുഖാൻ ഫീ ലൈലത്തിൽ ജുമുഅ. സഹാബ ആരൊരുവൻ ഹമീം അദ്ദുഖാൻ എന്നുള്ള സൂറത്തു ദുഖാൻ ആരൊരുവനെ പാരായണം ചെയ്യുന്നുണ്ടോ, അത് വെള്ളിയാഴ്ച രാവിലാണ് നീ പാരായണം ചെയ്യുന്നതെങ്കിൽ അസ്ബഹ മഗ്ഫൂറല്ല, നേരം വെളുക്കുന്നത് പാപം പൊറുക്കപ്പെട്ടവനായിട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വമൻ ഖറഅ ഫീ ഗൈരിൽ ജുമുഅ യസ്തഗ്ഫിറൂന ലഹു 70 അൽഫ മലക്. വെള്ളിയാഴ്ച രാവല്ലാത്ത രാവുകളിലാണ് അവൻ ആ സൂറത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ എത്രയോ സഹോദരിമാര് ഡെയിലി സൂറത്ത് ദുഖാൻ ഓതുന്നവരില്ലയോ? ശ്രദ്ധിക്കണേ, കേൾക്കണേ. സൂറത്ത് ദുഖാൻ ഓതുന്നതിന്റെ ശ്രേഷ്ഠതയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. പരിശുദ്ധമായ ജുമുഅ അല്ലാത്ത ദിവസത്തിലാണ് നീ ഓതുന്നതെങ്കിൽ നിനക്ക് കിട്ടുന്നതായ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുതല്ല, ചെറുതല്ല. യസ്തഗ്ഫിറൂന ലഹു 70 അൽഫ മലക്. 70,000 മലക്കുകൾ, 70,000 മലക്കുകൾ. ഒന്നല്ല, 10 അല്ല, 10,000 അല്ല, 20,000 അല്ല, 70,000 മലക്കുകൾ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമേ, പാപമോചനത്തിന് അർത്ഥിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മുടെ ഖുർആൻ ഓതിയാൽ കിട്ടുന്ന പുണ്യമാണെങ്കിൽ കേവലം സിനിമയ്ക്ക് അടിമപ്പെട്ടവരെ, IPL
കളി കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന ചെറുപ്പക്കാരെ, പാതിരാത്രി സമയത്ത് വരെ ഫുട്ബോൾ കളി കണ്ടുകൊണ്ടും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടും സമയങ്ങളെ ചെലവഴിക്കുന്നവരെ, രണ്ടാം രാത്രിയിലെ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടുമൊക്കെ അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങളും സിനിമാ പാട്ടുകളും കേട്ടുകൊണ്ട് രാത്രിയെ തള്ളി നീക്കുന്നതായ യുവത്വമേ, യുവതികളെ, തൗബ ചെയ്യണേ, തൗബ ചെയ്യണേ. നമുക്ക് പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന നാവ് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാനുള്ളതാണ്, പരിശുദ്ധ ഖുർആൻ ഓതാനുള്ളതാണ്, സ്വലാത്ത് ചൊല്ലാനുള്ളതാണ്, റബ്ബിനെ അനുസ്മരിക്കാനുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയുന്ന ആമീന് കട്ടി പോരല്ലോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബിന് ദിക്ർ ചെല്ലാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിച്ചു കിടക്കുന്ന ഒരു വീട്ടിലേക്ക് ജനാസയുടെ ചാരത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുകയാണ്. അനുയായികൾ ഓടിക്കോടുകയാണ്. പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്ന, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, അദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആലുവയിലുള്ള പ്രിയപ്പെട്ട തോട്ടുമുഖത്തുള്ള സഹോദര സഹോദരിമാര് പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഇത് കുമ്മന മുസാദ് പറയുന്നവര് കേവലം വചനമല്ല, ഇത് പ്രവാചകന്റെ അധ്യാപനമാണ്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സ്വഹാബാ, സ്വഹാബാ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല സ്വഹാബാ. എന്തേ കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. മരണ വീട്ടിലെത്തിയതാണ് പ്രവാചകൻ. പുഞ്ചിരിച്ചു കിടക്കുന്ന ജനാസയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം മൗനോലംബിച്ചുകൊണ്ട് ജനാസയുടെ ചാരത്ത് നിശബ്ദനായി നിൽക്കുമ്പോ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് അനുയായികൾ പറയുകയാണ്, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കറിനെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ തങ്ങള്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ തങ്ങള്, അലി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ തങ്ങള്, തുൽഹാ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ തങ്ങള്, സുബൈർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ തങ്ങള്. ഈ മരിച്ചു കിടക്കുന്ന പുഞ്ചിരിച്ചു കിടക്കുന്ന ഈ ജനാസ, അദ്ദേഹം ഒരു സ്വഹാബിയല്ലേ? അദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെന്ന് ആശ്വസിക്കട്ടെ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഒരു മറുപടി ചങ്കിൽ തറയ്ക്കുന്ന മറുപടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, ഇന്നക ലാ തദ്രി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനി. നിനക്കറിയില്ല സാബി, നിനക്കറിയില്ല സാബി, ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിനക്കറിയില്ല, നിനക്കറിയില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് 30 40 50 അത് 60 70 100 കൊല്ലമാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവസാനം മരിക്കുന്ന സമയത്ത് നിന്നെ സന്തോഷ വാർത്ത അറിയിക്കാൻ ഒരാളും ഈ ഭൂമിയിൽ വരൂല. അങ്ങനെ കടന്നു വരുമെങ്കിൽ മുത്തുനബിയല്ലേ കടന്നു വരേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സാബാ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ എന്നെ കിട്ടൂല സാബാ. കാരണം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തൊക്കെ അനാവശ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞാനില്ല അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനെന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ ഈ സ്വർഗം കൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിലേക്ക് എത്തുമേ. നേരെ മറിച്ച് ഈ നാവ് കൊണ്ട് അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞാൽ നരകത്തിലേക്ക് എറിയപ്പെടുമേ, സ്വർഗം തടയപ്പെടുമേ. സ്വർഗം കിട്ടൂല, സ്വർഗം ഉണ്ടാവൂല.
കാര്യം വലിയ ഹജ്ജ് ചെയ്ത ആളായിരിക്കും, ഉംറ നിർവഹിച്ചവനായിരിക്കും, നോമ്പ് പിടിച്ചവനായിരിക്കും, സക്കാത്ത് കൊടുത്തവനായിരിക്കും, തഹജ്ജുദ് നിസ്കരിച്ചവനായിരിക്കും, പാപങ്ങളെ സഹായിച്ചവനായിരിക്കും, നിരാലംബർക്ക് അവലംബമായവനായിരിക്കും, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവനായിരിക്കും, പാവപ്പെട്ട വിധവകൾക്ക് അത്താണിയായി വർത്തിച്ചവനായിരിക്കും, രോഗികൾക്ക് ആശ്രിതനായി കഴിഞ്ഞവനായിരിക്കും. ഏതൊക്കെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയാലും സാന്ത്വന പ്രവർത്തനത്തിൻ്റെ നേതൃപടവും അലങ്കരിച്ചാലും ഒരിക്കലും നിനക്ക് സ്വർഗത്തിൻ്റെ പടവുകളിലേക്ക് കടക്കാൻ സാധിക്കൂല. നീ നിന്റെ നാവ് കൊണ്ട് അന്യരെ ദോഹിച്ചിട്ടുണ്ടെങ്കിൽ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ വിഷയമല്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, തുഅറദു അമാലുക്കും ലൈലത്തൽ ഇസ്നൈനി വ ലൈലത്തൽ ജുമുഅ. നിങ്ങളുടെ അമലുകളെ സ്വഹാബ മനുഷ്യ മക്കളുടെ അമലുകൾ മുഴുവനും എനിക്ക് കാണിക്കും ലൈലത്തുൽ ജുമുഅ വ ലൈലത്തുൽ ഇസ്നൈൻ. എല്ലാ വെള്ളിയാഴ്ച രാവും എല്ലാ തിങ്കളാഴ്ച രാവും നിങ്ങൾ ചെയ്യുന്ന അമലുകളെ എനിക്ക് കാണിച്ചു തരും സ്വഹാബാ. നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ തിന്മയാണ് ചെയ്തതെങ്കിൽ ഞാൻ റബ്ബിനോട് പാപമോചനത്തിനർത്തിക്കും. എനിക്ക് വല്ലാത്ത വിഷമമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല യതആഖബു ഫീകും മലായികത്തുൽ ലൈൽ വ മലായികത്തുൻ നഹാർ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ ഫീ സ്വലാത്തി സുബ്ഹി ഷഫീആയ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ നിങ്ങളുടെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, റബ്ബിന്റെ സവിധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 മലക്കുകളെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, റൗണ്ട് അടിപ്പിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, അങ്ങോട്ടും പോകാതെ ശ്രദ്ധ. يتعاقب فيكم ملائكة الليل وملائكة النهار يجتمعون في صلاة العصر وفي صلاة الصبح شفيعنا رسول الله. അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, നിങ്ങളിലേക്ക് റൊട്ടേറ്റ് ചെയ്യും മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കിക്കൊണ്ടിരിക്കും. മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ, പകലിലും ഉണ്ടാകും മലക്ക്, രാത്രിയിലും ഉണ്ടാകും മലക്കുകൾ. പകലിലെ മലക്കുകൾ എത്തുന്നത് സുബഹിക്ക് ഒരു കൂട്ടം മലക്കുകൾ വരും. സുബഹി മുതൽ എഴുതാൻ തുടങ്ങുന്ന മനുഷ്യൻ്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് അസർ വരെ അങ്ങനെ എഴുതി നിൽക്കും. അസറിന് ഒരു കൂട്ടം ആളുകൾ മലക്കുകൾ പിന്നീട് ഇറങ്ങി വരും. ആ മലക്കുകളോടൊന്നിച്ച് സുബഹി മുതൽ അസർ വരെ ഇവൻ്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തിയ മലായികത്തുകൾ ഒരുമിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കും. അസർ ഒരു നിസ്കാരം, യജ്തമിഊന ഫീ സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കരിക്കും. എന്ന് അസ്ർ നിസ്കാരത്തിന് ശേഷം അവരുടേതാകുന്ന അമാലുകൾ മുഴുവനും കൈമാറപ്പെടും. കൈമാറിയതിന് ശേഷം അസ്ർ മുതൽ പിറ്റേ ദിവസം സുബഹി വരെ വന്നവരിരുന്ന് എഴുതാൻ തുടങ്ങും. സുബഹിയാകുമ്പോൾ അടുത്ത കൂട്ടർ വീണ്ടും വരും. 2 പേരും സുബഹിക്ക് ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കും. മലക്കുകളുടെ കാര്യമാണ്, ജമാഅത്തായി നിസ്കരിക്കും. വീണ്ടും അവർ തിരിച്ചു പോകും. അവർ അതേപോലെ വീണ്ടും തിരിച്ചു പോകും. ഈ പോകുന്ന സന്ദർഭത്തിൽ നന്മ ചെയ്തതായ ആളുകളുടെ നന്മകളെ തടയപ്പെടും ഒന്നാം ആകാശത്തേക്ക്. ഇൻ അമിൽതും ഖൈറൻ, നന്മയാണ് ചെയ്തതെങ്കിൽ തന്നെയും തടയപ്പെടും. എന്തേ? അവരോട് പറയും, തവക്കഫു, അവിടെ നിന്ന് നിൽക്കണേ എന്ന് പറയും. അവിടെ നിൽക്ക്. ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തടയും. നന്മ ചെയ്തവൻ്റെ കാര്യം പറയുന്ന കേട്ടോ, തിന്മ ചെയ്തവൻ്റെ കയറൂല. നന്മ ചെയ്തവൻ്റെ തന്നെ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോൾ തടയും. രാവിലെ സുബഹിക്കുമുണ്ട്, അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിൻ്റെ പിറകെ ഉണ്ട്. 2 നേരമാണ് ഇങ്ങനെ അമലിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്, 2 നേരമായിട്ട്. അതിൽ മലക്കുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. വരുന്ന മലക്കുകൾ സുബഹിക്കും അതുപോലെ തന്നെ അസ്റിനും ജമാഅത്തായി നമസ്കരിച്ചിട്ടാണ് പിരിയുക. സയ്യിദുനാ റസൂലുള്ളാഹി. അസ്റിന് ശേഷം ഇരിക്കുന്നത് അവർ എഴുതും. എവിടെ വരെ? സുബഹിയുടെ സമയം വരെ എഴുതും. സുബഹിയുടെ സമയത്ത് വീണ്ടും ആളുകൾ വരും, ഒരുമിച്ച് നിസ്കാരം നിർവഹിച്ചിട്ട് റിക്കാർഡുകൾ കൈമാറി വീണ്ടും എഴുത്തു തുടങ്ങും അസ്ർ വരെ. അപ്പോൾ ഇവരിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ അവിടെ തടഞ്ഞു നിർത്തും. എന്നിട്ട് നോക്കും, റിക്കാർഡുകളെല്ലാം നോക്കും, ഒന്നാം ആകാശത്ത് വെച്ച് തന്നെ.
ആ റിക്കാർഡിക്കൽ നോക്കുന്നത്, നന്മയിൽ നോക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മ ചെയ്തവന്റെ നന്മകളെ പോലും ഒന്നാൻ ആകാശത്ത് തടയപ്പെടുമത്രേ. എന്നിട്ട് മലക്കുകൾ പരിശോധിച്ചുകൊണ്ട് പറയും, തവഖഫു ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീ. അവിടെ നിൽക്കണേ, നിങ്ങളുടെ അമലുകളെ ആകാശത്തേക്ക് ഉയർത്തുകയില്ല, കൊണ്ടുപോകാൻ പറ്റൂല. മലക്കുകളെ തടഞ്ഞു നിർത്തുകയാണ്. എന്തേ കാരണം? ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമീ. മുസ്ലിമായ സഹോദരനോട് അവൻ പിണങ്ങി വെക്കുകയാണ്. അങ്ങനെ പിണങ്ങി നിൽക്കുന്നവൻ്റെതായ അമലുകളെ ആകാശത്തേക്ക് ഉയർത്തുകയില്ല. അവനുമായി സുൽഹുണ്ടാകണേ, അവനുമായി രമ്യതയിലെത്തണേ, യോജിപ്പിലെത്തണേ. അതല്ലാതെ അമല് സ്വീകരിക്കൂല, അമല് ഖബൂലാക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമലിന്റെ സ്വീകാര്യത പോലും എത്തി നിൽക്കുന്നത് നമ്മളും അപരനെ ഈ നാവ് കൊണ്ട് അനാവശ്യം പറയാതിരിക്കുമ്പോഴാണ്. എങ്കിലേ സ്വീകാര്യത ഉണ്ടാവുള്ളൂ. ആകാശത്തേക്ക് എത്തിയിട്ട് റെക്കോർഡിക്കൽ നോക്കും, ഇവൻ ഇന്നവനെ ചീത്ത വിളിച്ചാനാ, അവനെ മുസ്ലിമായ സഹോദരനെയാണ് ചീത്ത വിളിച്ചത്, അവനുമായി പൊരുത്തപ്പെടിച്ചിട്ട് മാത്രം മതി ഇവൻ്റെ അമല്. അവിടെ നിന്നോട്ടെ, ഹജ്ജായാലും ശരി അവിടെ നിന്നോട്ടെ, എല്ലാ പരിപാടി പൊരുത്തപ്പെടിച്ചിട്ട് മതി. ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിൽ സംഭവം അവിടെ നിൽക്കും. ചിന്തിക്കേണ്ട നിസാര വിഷയമല്ല. തവഖഫു ഹത്താ യസ്ലഹ ലിഅഖീഹിൽ മുസ്ലിമി ശഫീഉനാ റസൂലുള്ളാഹി. മുസ്ലിമായ സഹോദരനോട് അവൻ സുൽഹ് വെച്ചിട്ട് മതി ഇങ്ങോട്ട് അവൻ്റെ അമല്, അല്ലാതെ ഒരു അമലും കബൂലിയത്തില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ച് നോക്ക് സഹോദരങ്ങളെ, ചെറിയ വിഷയമല്ല. ഈ നാവ് കൊണ്ട് ചൊല്ലേണ്ടുന്ന ദിക്റുകൾ അനവധിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅവാലിൻ വബനീൻ വയജഅൽ لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണേ. തോട്ടുമുഖത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് കുമ്മനമുസാദ് ഇന്ന് നൽകിയിട്ട് പോകുന്ന ദിക്ർ കേവലം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റാണ്. ഈ ഒരു ദിക്ർ ചെറുതല്ല. നമുക്ക് സുന്നികൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റുകൾ അത് നമുക്കറിയാവുന്നതാണെങ്കിൽ നിസ്സാരവൽക്കരിക്കലാണ്. പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ നബിയേ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മരുമകനാകുന്ന അലിയാർക്ക് കൊടുത്ത ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടനെ അലിയാർ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ നബി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവർക്കും ഉള്ളതല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും മഹത്തമായ ദിക്ർ. അത് ചൊല്ലണേ അലിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 ചൊല്ലാൻ പറഞ്ഞാൽ ഇന്നത്തെ സഹോദരിമാർക്ക് മടിയാണ്, അതിന്റെ പുണ്യമറിയില്ല. മൂസാ നബിക്ക് പോലും അല്ലാഹു കൊടുത്ത ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 എണ്ണം ചൊല്ലാ പറഞ്ഞാൽ മടിയാണ്. കാരണം നമ്മുടെ നാവിൽ പഴകിയ ദിക്റാണ്. പേരറിയാത്തവര് ദിക്ർ, അർത്ഥമറിയാത്തവര് ദിക്ർ, കടുകട്ടിയുള്ള ലഫ്ളുകൾ വെച്ചിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് കസറത്തുള്ളതായ ഒരു ദിക്റാണെങ്കിൽ ഇഷ്ടമാണ്. പാടില്ല സഹോദര. വിലയറിയണേ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു അത്രേ. പാപസുരക്ഷിതനായ പ്രവാചകൻ എല്ലാ ദിവസവും 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുമെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ കേൾക്കുന്നത് തെറ്റാണ്, നോക്കുന്നത് തെറ്റാണ്, കൈകൊണ്ട് പിടിക്കുന്നത് തെറ്റാണ്, കാലുകൊണ്ട് നടക്കുന്നത് തെറ്റിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് തെറ്റാണ്. എത്ര അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം ഒന്ന് ചിന്തിച്ചു നോക്കണേ. എല്ലാ ദിവസവും കുറഞ്ഞതൊരു 100 ഇസ്തിഗ്ഫാറെങ്കിലും നമ്മളും ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അല്ലാഹു പാപം പുറത്തു തരുമേ. തീർന്നില്ല. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിസുന്ദരമായ മഴ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഉസ്താദേ, വെള്ളം കിട്ടാനില്ല, പ്രയാസമാണ്, വിഷമമാണെന്ന് പറയുന്ന മുസ്ലിമേ, അതിസുന്ദരമായ മഴ നിങ്ങൾക്ക് വേണോ? ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണേ. തീർന്നില്ല. വയുംദിദുകും ബിഅംവാൽ. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ, സമ്പത്തും മക്കളെയും കൊണ്ട് അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഖുർആൻ പറയുകയാണ്, വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. രാവിലെ നേരം വെളുത്ത് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ട സഹോദര, നിനക്കിതാ ഒരു സമ്മാനമായി അല്ലാഹു പഠിപ്പിക്കുന്ന ദിക്റാണ്. നിന്റെ നാവിന് ഏറ്റവും എളുപ്പമുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉന്നതനായ റബ്ബിനോട്, അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിനർത്ഥിക്കുന്നു എന്ന് ഒരു 100 പ്രാവശ്യമെങ്കിലും ഒന്ന് ചൊല്ലിയാൽ സമ്പത്ത് നിനക്ക് കൂടുകയാണ്, സമ്പത്ത് നിനക്ക് വർദ്ധിക്കുകയാണ്, നിനക്ക് മക്കളെ അല്ലാഹു സമ്മാനിക്കുകയാണ്. തീർന്നില്ല. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. ഈ ദുനിയാവിൽ മഴ പെയ്യുന്ന സമയത്ത് ചോർന്നലിക്കുന്ന പെരയിൽ വസിക്കുന്നവൻ, അതിശക്തമായ ചൂടുള്ള സമയത്ത് വെയിലേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്നവൻ, അങ്ങനെ ചെറ്റപ്പൊരിയിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യന് നാളെ അല്ലാഹു നൽകുന്നത് ഒരു സ്വർഗീയ ഗേഹമല്ല. വജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. ഒരു സ്വർഗമല്ലടോ, നിങ്ങൾക്ക് 1000 സ്വർഗമാണ്. സ്വർഗത്തിന്റെ ഉദ്യാനങ്ങൾ തീർക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു നദിയല്ല നിങ്ങൾക്ക് നൽകുന്നത്, കള്ളിനാലുള്ള നദിയാണ്, തേനിനാലുള്ള നദിയാണ്, പാലിനാലുള്ള നദിയാണ്, തൂവെള്ള വെള്ളത്താലുള്ള നദിയാണ്. എല്ലാം കൊണ്ടും നിനക്ക് സന്തോഷമാണ്. സ്വർഗത്തിലേക്ക് നിന്നെ കടത്തുമേ, ഇസ്തിഗ്ഫാറിലൂടെ മനുഷ്യനെ കടക്കാൻ സാധിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ ദിക്റാണ് പറഞ്ഞത്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം, പാപം പൊറുക്കും, നല്ല ശക്തമായ സുന്ദരമായ കാരുണ്യത്തിൻ്റെ മഴ അല്ലാഹു നൽകും, സമ്പത്ത് അല്ലാഹു വർദ്ധനവ് നൽകും, മക്കളെ അല്ലാഹു സമ്മാനിക്കും, സ്വർഗീയ അനുഭൂതികളും ആസ്വാദനകളും ആസ്വദിക്കാൻ പറ്റും. ഇതൊക്കെ കിട്ടും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചെറിയ ദിക്റാണ്. ഇനിയുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ. ഉലമാക്കൾ, മുഫസ്സിറുകൾ ഇതിൻ്റെ തഹത്തിലായി രേഖപ്പെടുത്തുന്നുണ്ട്. നസായനായ കലിമത്ത്, ഖുർആൻ്റെ കലിമത്ത്, അത് തന്നെ വെച്ചോളി, അമൽ ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്, അർബഅത്തും മിൻ കൻസി ദുനിയ. ദുനിയാവിൽ 4 നിധികളുണ്ട് സഹാബ. അതിൽ ഒന്നാമത്തെ നിധി അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ലിസാനുൻ ദാകിർ. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവാണ്. അത് ആരൊരുവനുണ്ടോ അവൻ തീർച്ചയായും ഒന്നാമത്തെ നിധി എത്തിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി.